പരിമിതമായ ഈ സൗകര്യത്തിൽ വളരെ ചുരുക്കം ആളുകളായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ പകലിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. ഇതുവരെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാനും മുഖപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് സാവകാശം നൽകി. വിവിധ വിഷയങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇന്ന് പകലിൽ ഒരുക്കി. അതിനായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സങ്കീർത്തനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് പകൽ നൽകുവാനിടയായിട്ടുണ്ട്. അല്പസമയം തുടർന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിൽ ധ്യാനിക്കുവാനായിട്ട് പോകുന്ന സന്ദർഭമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു സങ്കീർത്തനമാണ്. അതിൽ നിന്നും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനമായി നൽകിയ 1-2 വാക്യങ്ങൾ ഓർപ്പിച്ച് വളരെ വേഗത്തിൽ ഈ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ഞാൻ കർത്താവ് ഇന്ന് പകലിൽ താല്പര്യപ്പെടുകയാണ്. നമുക്ക് സങ്കീർത്തനത്തിൻ്റെ 55-ാം സങ്കീർത്തനത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അടുത്ത വാക്യം. പ്രാവിലുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. വളരെ പരിചിതമായ ഒരു സങ്കീർത്തനമാണ് 55-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പാടിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. അതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഏറിയ പങ്ക് വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ദാവീദിന്റെ മകനായ അബ്ശാലോം ദാവീദിന് എതിരായി എഴുന്നേറ്റ് രാജാവിനെ കൊന്നിട്ട്, ദാവീദിനെ കൊന്നിട്ട് ഇസ്രായേലിലെ രാജാവാകാൻ ആഗ്രഹിച്ചു. ഈ സന്ദർഭത്തിൽ ദാവീദിന്റെ വിശ്വസ്ത മന്ത്രിയായിരുന്ന അഹിത്തോഫേൽ അബ്ശാലോമിനെ പക്ഷം ചേർന്നു എന്നുള്ള വസ്തുത അറിഞ്ഞപ്പോൾ ദാവീദ് യെരൂശലേം പട്ടണം വിട്ട് താൻ ഓടിപ്പോകുന്നതായി 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ദാവീദ് സിംഹാസനം വിട്ട് തന്റെ കിരീടം ഉപേക്ഷിച്ച്, ചെങ്കോൽ ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം ദാവീദ് ഓടിപ്പോകുമ്പോൾ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് എന്ന് വേദപണ്ഡിതന്മാർ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണ്. അതിൻ്റെ ആന്തരികമായ തെളിവുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ദാവീദ് പറയുന്നു, എന്നെ, അതിൻ്റെ 12-ാം വാക്യം, എന്നെ നിർമ്മിച്ചത് ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത്
എന്നെ പകയ്ക്കുന്നവനല്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളുമായിരുന്നു, നീയോ എന്നോട് ശമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണ സ്നേഹിതനും ആയിരുന്നു എന്ന് ദാവീദ് പറയുകയാണ്. അപ്പോൾ ദാവീദ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ദാവീദിനോട് കൂടെ നിന്ന ആളുകൾ ദാവീദിന് എതിരായി എഴുന്നേറ്റപ്പോൾ മറ്റ് മാർഗമില്ലാതെ ദാവീദിന് യെരൂശലേം പട്ടണം വിട്ട് ഓടിപ്പോകേണ്ടതായ സന്ദർഭം അവൻ്റെ മുമ്പിൽ സംജാതമായപ്പോൾ ദാവീദ് പാടിയ ഒരു പാട്ടാണ്, ഒരു പ്രാർത്ഥനയുടെ ഗീതമാണ് 55-ാമത്തെ സങ്കീർത്തനം. ഇതിന്റെ 4-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, സ്വന്തം വീടിനകത്ത് നിന്ന്. സ്തോത്രം. ശത്രു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, സ്വന്തം മകൻ തനിക്ക് എതിരായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. എന്നിട്ട് ദാവീദ് പറയുകയാണ്, ഈ സാഹചര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചെയ്യുവാനില്ല. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, പ്രാവിനെ പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തം വീടിനകത്ത് നിന്ന് സ്വന്തം മകൻ, ജന്മം കൊടുത്ത മകൻ തനിക്ക് എതിരായി എഴുന്നേറ്റപ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്കിവിടെ മറ്റൊന്നും ചെയ്യുവാനായിട്ടില്ല. ഹല്ലേലൂയ. ആ വേദനയുടെ ആധിക്യത്തിൽ, വേദനയുടെ കാഠിന്യത്തിൽ, അവൻ ഹൃദയം തകർന്ന അനുഭവത്തിൽ ദാവീദ് പറയുന്നു, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ പറന്നു പോകുമായിരുന്നു എന്ന് ദാവീദ് പറയുകയാ. ദാവീദ്, നീ എങ്ങോട്ടാ പറന്നു പോകുന്നത്? ദാവീദ് പറയും, ഞാൻ മരുഭൂമിയിലേക്ക് പറന്നു പോകും. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത്, ഞാൻ മരുഭൂമിയിലേക്ക് അവൻ പറന്നു പോകുമായിരുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദാവീദ് പറയുന്നത്, ഞാൻ മരുഭൂമിയിലേക്ക് പറന്നു പോകും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, മരുഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു ദാവീദിന്റെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ബാല്യത്തിൽ, സ്തോത്രം, അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദാവീദ് എവിടെ ആയിരുന്നു? മരുഭൂമിയിലായിരുന്നു, അല്ലെ? അവിടെ നിന്നുമാണ് ദാവീദിനെ വരുത്തി, സ്തോത്രം, ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീണ്ടും അഭിഷേകം പ്രാപിച്ച ദാവീദ് മരുഭൂമിയിൽ, സ്തോത്രം, അലഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനേക സന്ദർഭങ്ങളിൽ മരുഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട്. മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ദാവീദ് കടന്നുപോയിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് അത്ര സുഖകരമായ അനുഭവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ മരുഭൂമിയിലെങ്കിലും, സ്തോത്രം, മരുഭൂമി കണ്ടിട്ടുള്ളവരും മരുഭൂമിയുടെ ഭയാനകത, അതിന്റെ ഭീകരത എന്താണെന്ന് നേരിൽ കണ്ടിട്ടുള്ളവരുമായ ആളുകൾ, സ്തോത്രം, നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകും. സ്തോത്രം. അപ്പോൾ ആരും മരുഭൂമിയിൽ പോകാൻ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. മരുഭൂമിയുടെ അനുഭവം ആരും എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. തിരുവെഴുത്തിൽ തന്നെ മരുഭൂമിയുടെ ഭയാനകത വെളിപ്പെടുത്തുന്ന ചില വാക്കുകൾ, സ്തോത്രം, നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യം, 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിലെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. നിന്നെ അടിമ വീടായ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേടും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും ചെയ്ത സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ
ആവർത്തന പുസ്തകത്തിൽ ദൈവപുരുഷനായ മോശ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, അടിമ വീടായ ഇസ്രായേലിൽ നിന്ന് നിന്നെ പുറപ്പെടുവിക്കുകയും മരുഭൂമിയിൽ എന്നുള്ള അഗ്നിസർപ്പം, 2 തേള്, 3 വെള്ളമില്ലാത്ത വരൾച്ച, ഇതൊക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരിടമാണ് എന്നോ മരുഭൂമി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവിടെ അഗ്നിസർപ്പമുണ്ട്, അവൻ തേളുണ്ട്, അവൻ വെള്ളമില്ലാത്ത അനുഭവമാണ്, വരൾച്ചയുടെ അനുഭവമാണ്. ഹല്ലേലൂയ. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നതായ അവൻ അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം, യോബിന്റെ ആ മക്കൾ അവർ പാർത്തുകൊണ്ടിരുന്ന വീടിന്മേൽ മരുഭൂമിയിൽ നിന്നുമാണ് ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ട് ആ വീട് അവരുടെ മേൽ വീണ് അവർ മരണപ്പെടുവാനിടയായത്. സ്തോത്രം. അപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് അവൻ സന്തോഷം നൽകുന്ന ഇടമല്ല, അവൻ അത് നമുക്ക് ആനന്ദം നൽകുന്ന ഇടമല്ല. അത് നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മെ ഭയപ്പെടുത്തുന്നതായ അവൻ അനുഭവമാണ് ഒരു മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ ഈ പ്രതികൂലത്തിന് നടുവിൽ, ഞാൻ ഈ പ്രശ്നത്തിന് നടുവിൽ പ്രാവിനെ പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നു പോകുമായിരുന്നു. എവിടേക്ക്? അവൻ ഞാൻ മരുഭൂമിയിലേക്ക് ഞാൻ പറന്നു പോകുമായിരുന്നു. ഹല്ലേലൂയ. ദാവീദിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അല്ലയോ അഭിഷക്തനായ ദാവീദേ, ഈ പ്രതികൂലത്തിന് നടുവിൽ നീ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ മരുഭൂമിയിലേക്ക് പറന്നു പോകും? പ്രശ്നത്തിന് രക്ഷപ്പെടാമെങ്കിൽ അവൻ മറ്റൊരിടത്തേക്കല്ല നീ പോകേണ്ടത്. അവൻ യെരൂശലേം വിട്ടോടുന്ന നീ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് മറ്റൊരിടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാവീദിന് പറയാനൊരു മറുപടിയുണ്ട്. അവൻ എനിക്ക് മരുഭൂമി അറിയാം, അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനറിയാവുന്നതായി ഞാൻ അവന്റെ മുഖം കണ്ടത്, ഞാൻ അവന്റെ ശബ്ദം കേട്ടത്, അവരുടെ സാന്നിധ്യം അനുഭവിച്ചത് ഞാൻ മരുഭൂമിയിലാണ്. അതുകൊണ്ട് മരുഭൂമിയിലേക്ക് ഞാൻ പോകുകയാണ്. Praise the Lord. Praise the Lord. ശ്രദ്ധിക്കണേ, ഞാൻ ഈ മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അക്ഷരീയമായ മരുഭൂമിയല്ല കാണേണ്ടത്. അതിനൊരു ആത്മീക തലം, ആത്മീക വശം, ഒരു ആത്മീക വീക്ഷണത്തിൽ നിങ്ങളുടെ കൂടെ വരണം. ക്രൈസ്തവരോട് സ്തോത്രം. ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ ചിന്തകൾക്ക് വിരാമമിടാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് മുൻപോട്ട് വരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ആത്മീയ വീക്ഷണത്തിൽ സ്തോത്രം ഒരു മരുഭൂമിയുടെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഞാൻ ഇങ്ങോട്ട് പോകും, ഞാൻ മരുഭൂമിയിലോട്ട് പോകും. പക്ഷേ നമ്മളാരും മരുഭൂമിയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകും? മരുഭൂമിയിലോട്ട് കൊണ്ടുപോകും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്നത് ആമേൻ ആരാ? ദൈവം. അല്ലേ? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മിങ്ങനെ വായിക്കുന്നു. എടുത്തവരെടുക്കുന്നു, വേഗത്തിൽ വായിച്ചാൽ ഉപകാരമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. സ്തോത്രം. പിശാചല്ല നടത്തിയത്, ആരാ നടത്തിയത്? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. യഹൂദ്യ മരുഭൂമിയിലേക്ക് യേശുവിനെ ആര് നടത്തി? ആത്മാവ് നടത്തി.
ആത്മാവ് നടത്തി എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. എന്തിനാ നടത്തിയത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവാണ് മരുഭൂമിയിലേക്ക് നടത്തിയത്. മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ നമ്മൾ പറയും, അവൻ ഇത് പിശാച് കൊണ്ടുവന്നതാ. ഇത് സാത്താന്റെ പോരാട്ടമാ, ഇത് പിശാചിന്റെ പോരാട്ടമാ. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ, പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, നമ്മളെ ചില ദിവസങ്ങളിൽ, ചില അനുഭവങ്ങളിൽ ദൈവം മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് നടത്തുമ്പോൾ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് പിശാച് നടത്തുന്നതല്ല, ഇത് ദൈവം എന്നെയാണ് മരുഭൂമിയിലേക്ക് ദൈവം നടത്തുന്നത്. എന്നോട് ദൈവത്തിന് സംസാരിക്കാൻ, എന്നോട് ദൈവത്തിന് ഇടപെടുവാൻ, ദൈവ സാന്നിധ്യം എനിക്ക് ഒരുപടി കൂടെ അടുത്തറിയുവാൻ, ദൈവത്തിന്റെ മഹത്വം എന്നെ കാണിക്കുവാൻ, അവന്റെ കരത്തിന് വല്ലവന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ, എന്റെ തലമുറ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ മരുഭൂമിയിലേക്ക് ദൈവം നടത്തുന്നത് എന്ന് ഇന്ന് പല തിരിച്ചറിയുന്ന ദൈവങ്ങളെയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ്. യേശുവിനെ ആത്മാവ് യഹൂദിയ മരുഭൂമിയിലേക്ക് നടത്തി. സ്തോത്രം. 40 ദിവസം പിശാച് യേശുവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരീക്ഷിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, യോഹന്നാൻ സ്നാപകനും ഈ മരുഭൂമിയിലാണ് പ്രസംഗിച്ചത്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച അതേ മരുഭൂമിയിലാണ് യേശു ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, യോഹന്നാൻ സ്നാപകൻ യഹൂദ്യ മരുഭൂമിയിൽ വന്നിട്ട് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ, സ്തോത്രം, യോർദാന്റെ ഇരു കരകളിൽ നിന്നും ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് മാനസാന്തരപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് മാനസാന്തരപ്പെട്ടു. കൂട്ടത്തോടെ ജനം സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം യഹൂദ മരുഭൂമി എന്ന് പറയുന്നത് അവൻ സന്തോഷം നൽകുന്ന, ശുശ്രൂഷയിൽ ആത്മാക്കൾ വിടിവിക്കപ്പെട്ട കൂട്ട സ്നാനങ്ങൾ നടന്ന ഇടമായിരുന്നു എങ്കിൽ യേശുവിൻ അതേ മരുഭൂമി എന്ന് പറയുന്നത് പരീക്ഷയുടെ രംഗമായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, അത് ഒരേ സ്ഥലം രണ്ടു പേർക്ക് വ്യത്യസ്തമായ രണ്ട് അനുഭവങ്ങളാണ് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകന് തന്റെ ശുശ്രൂഷയിൽ ആളുകൾ വിടിവിക്കപ്പെടുന്നത് കാണുന്നു. കൂട്ടത്തോടെ ജനങ്ങൾ വന്ന് പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തര സ്നാനമേൽക്കുന്നു. യഹൂദ്യ മരുഭൂമി യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരിടമായിരുന്നുവെങ്കിൽ എന്റെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവനത് പരീക്ഷയുടെ രംഗമായിരുന്നു. അവൻ പിശാചവനെ പരീക്ഷിക്കുവാനിടയായിട്ട് നിന്നു. ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പൈതല് അവൻ ഒരേ സ്ഥലം രണ്ട് വ്യക്തികൾക്ക് വ്യത്യസ്തമായ രണ്ട് അനുഭവങ്ങളാണ് നൽകുന്നത്. അവൻ എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, യഹൂദ്യ മരുഭൂമിയിൽ അവൻ പിശാചിന് യേശു പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, പരീക്ഷ തികഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അത് പിശാചവനെ വിട്ടുപോയി. ദൂതന്മാർ മരുഭൂമിയിൽ ഇറങ്ങി വന്ന് യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ഇടയായി നിന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഏത് മരുഭൂമിയുടെ അനുഭവത്തിലും അവൻ നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തോട് ഇറങ്ങി വന്ന് അവൻ നിന്നെ ശുശ്രൂഷിക്കുവാൻ, നിന്നെ കൈതാങ്ങി നിൽക്കുവാൻ, ദൈവ സാന്നിധ്യം പിശാച് 40 ദിവസം യേശുവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് യേശുവിനെ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീല വിട്ടു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. യഹൂദ്യ മരുഭൂമിയിലേക്ക് വന്ന യേശു ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ നിറവോടെ, ആത്മാവിന്റെ നിയോഗത്തോടെ യേശു യഹൂദ്യ മരുഭൂമി വിട്ടെങ്കിൽ, ഹല്ലേലൂയ,
അടുത്ത ഒരു 3.5 വർഷത്തെ ആമേൻ അവന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ആമേൻ അതേ സ്തോത്രം ആവശ്യമായ ആമേൻ ആത്മശക്തി യേശു യഹൂദ്യ മരുഭൂമിയിൽ നിന്ന് യേശു ഏറ്റെടുക്കുവാനിടയായെങ്കിൽ ഇന്ന് പകൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ കണ്ണുനീരൊഴുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നെന്റെ കണ്ണുനീരുകൾ തോരുമെന്ന്, എന്നെന്റെ പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് ആമേൻ നീ ചോദിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ, ആത്മാവിന്റെ അധികാരത്തോടെ പരിശുദ്ധാത്മാവിലേക്ക് നൽകുന്ന ദൂത ഇന്ന് പകലിൽ വിളിച്ചു പറയുകയാണ്. അവൻ നിന്നെ തകർക്കാൻ പിശാച് അവൻ പദ്ധതി ഒരുക്കുമ്പോൾ ഹല്ലേലൂയ, നിന്നെ ശുശ്രൂഷിക്കുവാൻ ദൂതനെ ഇറക്കി നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ നിന്നെ ധൈര്യപ്പെടുത്തി നിർത്താൻ അവൻ ദൂതനെ സ്വർഗം തുറന്നിറക്കി ആത്മശക്തിയാൽ നിന്നെ നിറച്ച് അവൻ നിന്നെ മുൻപോട്ട് ഓടിക്കുവാൻ, അവൻ നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ശുശ്രൂഷകൾ തികച്ചെടുക്കുവാൻ ഉള്ള ആത്മനിയോഗം നിന്റെ മേൽ പകരുന്ന അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശു ആത്മാവിന്റെ ശക്തിയോടെ സ്തോത്രം അവന്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ ഗലീലയിൽ നിന്ന് ആ ഗലീലയിലേക്ക് യേശു മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് വരാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞത്, ഞാൻ എങ്ങോട്ട് പോകും? പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ. ദാവീദ് ആഗ്രഹിക്കുകയാണ്, എനിക്ക് പ്രാവിനെ പോലെ ഒരു 2 ചിറക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വിട്ട് മരുഭൂമിയിലേക്ക് ഞാൻ പറന്നു പോകുമായിരുന്നു. മരുഭൂമിയിലേക്ക് ദൂരത്ത് സഞ്ചരിച്ച് ഞാൻ മരുഭൂമിയിൽ പോയി പറക്കുമായിരുന്നു എന്ന് ദാവീദ് പറയുകയാണ്. സ്തോത്രം. പറയാൻ കാരണം ദാവീദിനറിയാം, സ്തോത്രം, ഒരു ഭക്തന്റെ മേൽ ദൈവം കൃപ പകരുന്നത് മരുഭൂമിയിലാണ്. സ്തോത്രം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കും. 31:2 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളിന് തെറ്റി ശേഷിച്ച ജനം കൃപ കണ്ടെത്തിയത് എവിടെയാ? പട്ടണത്തിലല്ല. ആമേൻ. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇന്ന് പകലിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ആ വാക്യം അടിവരയിടണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി എന്ന് നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം, ആമേൻ, ശത്രുവിന്റെ വാളിന്, ശത്രുവിന്റെ വെട്ടിന് തെറ്റി ഒഴിഞ്ഞ ആമേൻ ദൈവത്തിന്റെ പൈതല് നീ കൃപ കണ്ടെത്തുന്നത് ആമേൻ നിന്റെ വീടിനകത്തല്ല, മരുഭൂമിയിൽ. ഹല്ലേലൂയ. ആമേൻ നിന്റെ സുഖ സൗകര്യത്തിനകത്തല്ല, ആമേൻ ആമേൻ നിനക്ക് കംഫർട്ടായ ആമേൻ ഇടത്തിലല്ല നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തുന്നത്. ചില മരുഭൂമിയുടെ അനുഭവത്തിലൂടെ, ചില കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ, ആമേൻ ചില വേദനയുടെ അനുഭവത്തിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും കടത്തി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മനസ്സിലാക്കണമേ, പിശാചിന്റെ വാളിന്, ആമേൻ പിശാചിന്റെ വെട്ടിന്, ആമേൻ അവന്റെ ആക്രമണത്തിന് ആമേൻ ഒഴിഞ്ഞുപോയ നീ ആമേൻ കൃപ കണ്ടെത്തിയത് ആമേൻ മരുഭൂമിയുടെ അനുഭവത്തില കഴിഞ്ഞ നാളുകളിൽ ആമേൻ ദൈവത്തെ ആമേൻ സ്നേഹിപ്പാൻ വഴിതിരിച്ച ദൈവത്തിന്റെ പൈതല് ആമേൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളില് ആമേൻ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചത് ആമേൻ നിന്റെ ദാരിദ്ര്യത്തിന്റെ നാളുകളിൽ, നിന്റെ ബുദ്ധിമുട്ടിന്റെ നാളുകളിൽ, ആമേൻ നിന്റെ പ്രയാസത്തിന്റെ നാളുകളിലെ ദൈവത്തോട് നീ അടുത്തത്, ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചത്, ആമേൻ ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടത്, ആമേൻ നിന്റെ ബുദ്ധിമുട്ടിന്റെ നാളുകളിൽ ഹല്ലേലൂയ.
വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ സമർത്ഥന നടുവിലല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ബുദ്ധിമുട്ടിന്റെ നടുവിലാണ്, മരുഭൂമിയുടെ അനുഭവത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്, ജീവിതത്തിന്റെ അനുഭവമാണ്. അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് സ്തോത്രം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരാനായിട്ടാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രത്യേകമായ ഒരു വേദഭാഗം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, മറ്റൊന്നുമല്ല, നമ്മുടെ വായിക്കുന്നു, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റിട്ട് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളെ അയച്ചു. ശ്രദ്ധിക്കണേ, അവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാം, ധനാഢ്യനായ അബ്രഹാം, സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിനെയും സ്തോത്രം തനിക്ക് ജനിച്ച മകനായ ഇസ്മായേലിനെയും ഭവനത്തിൽ നിന്നും ഇറക്കി വിടുകയാണ്. സ്തോത്രം. അബ്രഹാം അവൾക്ക് കൊടുത്തതല്ല അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു, അല്ലെ? സ്തോത്രം. ധനാഢ്യനായ അബ്രഹാം. നമുക്കറിയാം, അബ്രഹാമിന്റെ വീട്ടിൽ ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പോഴത്തെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വന്ന 318 അഭ്യാസികളുമായിട്ടാണ് സ്തോത്രം അബ്രഹാം ശത്രുക്കളുടെ യുദ്ധത്തിൽ പോയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, ഒരു സൈന്യത്തെ അവൻ വീട്ടിൽ പൊറ്റി പുലർത്താൻ കഴിവുള്ള അവൻ ധനാഢ്യനായ അബ്രഹാം സ്തോത്രം കൊടുത്തത് കേവലം ആമൻ ചില അപ്പ കഷണങ്ങളും ഒരു തുരുത്തി വെള്ളവും. ഇത് കൊടുത്തിട്ട് സ്തോത്രം തന്നെ അപ്പ എന്ന് ആദ്യം വിളിച്ച സ്തോത്രം തൻ്റെ മകൻ ആമേൻ ഇസ്മായേലിനെ സ്തോത്രം കൈക്ക് പിടിച്ച് ആമേൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നിഷ്കരുണം വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ആമേൻ. അപ്പ കഷണങ്ങൾ തീർന്നു, തുരുത്തിയിലെ വെള്ളം തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാഗാർ അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ കഴിയുകയില്ല, എനിക്ക് കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞിട്ട് ആ മരുഭൂമിയിൽ ഒരു തണലിൽ, കുറുങ്കാടിന്റെ തണലിൽ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ആ അമ്മ ഒരമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് അവൻ നിലവിളിക്കുകയാ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ മരുഭൂമിയിൽ അവൻ ഉഴന്നു വലയുന്ന അവൻ ഹാഗാർ അവൻ ജീവിതത്തിന്റെ സകല ആശകളെ നഷ്ടപ്പെട്ടിട്ട്, ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളെ അസ്തമിച്ചിട്ട്, മരണത്തെ മാത്രം മുൻപിൽ കണ്ടിട്ട് അവൻ അവൾ പറയുകയാണ്, എനിക്ക് ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ കഴിയുകയില്ല. ആമേൻ. ഉൽപ്പത്തി 16-ാമത്തെ അധ്യായത്തിൽ എടുക്കണമെന്നില്ല. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ നിന്ന് ഓടിപ്പോയ മറ്റൊരു സന്ദർഭം ഹാഗാറിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഹാഗാറിനോട് പറഞ്ഞു, ആമേൻ, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ കാറ്റിൽ എഴുതയപ്പോലെ മനുഷ്യനായിരിക്കും. ആമേൻ. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു. ആമേൻ. അവനൊരു ജ്ഞാനിയായി തീരുമെന്ന് വാഗ്ദത്തം പ്രാപിച്ച ഹല്ലേലൂയ അവൻ അതേ ഹാഗാറ് ഇപ്പോൾ അവളെ പറയുന്നു, ആമേൻ, എനിക്ക് എന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട. ഹാഗാറേ, നിന്നോട് ആരാ പറഞ്ഞത് നിന്റെ കുഞ്ഞ് മരിക്കുമെന്ന്? ആമേൻ. നീ ഒരു വാഗ്ദത്തം കേട്ടതല്ലേ, നീ ഒരു വാഗ്ദത്തം പ്രാപിച്ചതല്ലേ? ഹല്ലേലൂയ. ആമേൻ. ഈ മരുഭൂമി ആമേൻ നിന്നെ തകർക്കാനുള്ളതല്ല, ആമേൻ നിന്നെ കൊല്ലാനുള്ളതല്ല, നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ളതല്ല. നിന്റെ കുഞ്ഞി മരുഭൂമിയിൽ മരിച്ചു മാറ്റപ്പെടുകയില്ല. ഒരു വാഗ്ദത്തം നിന്നെ വീണിട്ടുണ്ടെങ്കിൽ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ആമേൻ നിന്നെ പണിയെടുക്കുക, ആമേൻ നിന്നെ വാഗ്ദത്തങ്ങൾ നൽകുക, നിന്നെ ഉറപ്പിക്കുക. ഞാൻ കൊണ്ടുവന്ന വഴിയാണ് അബ്രഹാമിന്റെ ഭവനത്തിന് വാതിൽ നിന്നെ അടഞ്ഞ ഞാൻ അറിയാം. ദൈവത്തെ ഇന്ന്
മുമ്പിൽ അടഞ്ഞത് ദൈവമറിയാതെയല്ല. അവളുടെ കയ്യിലെ അപ്പങ്ങൾ തീർന്നത്, അബ്രഹാം കൊടുത്തതിന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നത് ദൈവമറിയാതെയല്ല. അവൾക്ക് വേണ്ടി ആമേന മരുഭൂമിയില് ഒരു നീരുറവയെ തുറക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങൾ ദൈവങ്ങൾക്ക് കൊടുക്കാൻ, ആമേൻ, ദൈവത്തെ അടുത്തറിയുവാൻ ഒരു മുഖാന്തരം ദൈവം ഒരുക്കാൻ ദൈവം പദ്ധതി വെച്ചതുകൊണ്ട് ആമേൻ അബ്രഹാമിന്റെ ഭവനത്തിലെ വാതില് അവരുടെ മുമ്പിൽ അടയപ്പെടുവാനിടയായത്. ഇന്ന് പകൽ ചില വാതിലുകൾ മുൻപിൽ അടയുമ്പോൾ, ആമേൻ, പ്രതീക്ഷിച്ച ചില ഇടങ്ങളിൽ വാതിലുകളിന്റെ മുമ്പിൽ അടയുമ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവമേ, നീ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്, നീ അയ്യം വിളിക്കുകയല്ല ചെയ്യേണ്ടത്, നീ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആമേൻ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങിയില്ലെങ്കിലും ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, ആമേൻ, ഇതിനകത്ത് ദൈവത്തിന് ചില പദ്ധതികളുള്ളത് കൊണ്ട്, ചില ഭാര്യകൾ ദൈവത്തിനുള്ളത് കൊണ്ട് ദൈവമാണ് മരുഭൂമിയിലേക്ക് ഇന്ന് നീ അനുഭവിക്കുന്ന അവരുടെ വരൾച്ചയിലേക്ക്, ശൂന്യതയിലേക്ക് ദൈവത്തിന് നടത്തുന്നതെങ്കിൽ ഇന്ന് പല വിളിച്ചു പറയട്ടെ, ആമേൻ, നിത്യ ശൂന്യതകളുടെ നിന്റെ കാലുകൾ നയിക്കണമേ എന്ന് ഭക്തൻ പാടില്ലെങ്കിൽ ഇന്ന് അവൻ നമ്മുടെ ശൂന്യതകളുടെ കാലടി വയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. തിരിച്ചറിയുന്ന ദൈവങ്ങളുടെ ഓഫർ കർത്താവിനെ നമ്മുടെ കാലം സ്തുതിക്കുകയാണ്. അപ്പോൾ തുരുത്തിയിലെ വെള്ളം തീർന്നു. അബ്രഹാം കൊടുത്തയച്ച അപ്പക്കഷണങ്ങൾ തീർന്നു. ഇനിയും ഏക പ്രതീക്ഷ മരണം. മരിച്ചാൽ മതി. സ്തോത്രം. അത് പറഞ്ഞുകൊണ്ട് ആ മരുഭൂമി സ്തോത്രം നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഹാഗാറിനെ ദൈവത്തിന്റെ ദൂതൻ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ബാലന്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവനിലൂടെ ആമേൻ വംശങ്ങൾ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ മരണം മാത്രം മുൻപിൽ കണ്ടിട്ട് സ്തോത്രം, ഇനിയും ആമേൻ ഒരു മുൻപോട്ടൊരു യാത്രയില്ല. ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നീ വിധി എഴുതിയ വിഷയത്തിന് മുൻപിൽ, നീ എഴുതി തള്ളിയ വിഷയത്തിന് മുമ്പിൽ, മുദ്രയടിച്ചു മാറ്റിവെച്ച വിഷയത്തിന് മുൻപിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് വ്യക്തമായിട്ട് ദൈവാത്മാവ് അവൻ സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ. അല്ല, നിന്റെ പ്രതീക്ഷകളെ മാറ്റി എഴുതുന്ന അവൻ, നിന്റെ ഭീതികളെ മാറ്റി എഴുതുന്ന ആമേൻ ദൈവത്തിന്റെ പദ്ധതിയുടെ ആമേൻ അതേ ആ വഴി നിന്നെ കാണിക്കാനായിട്ട് ദൈവം കൊണ്ടുവന്ന മരുഭൂമിയാണിത്. ഇന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത അതാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുവാനായിട്ട് സ്വന്തം ശ്രദ്ധിക്കണേ. അവള് ദൈവം അവളെ കണ്ണു തുറന്നു. അവൾ നോക്കിയപ്പോൾ കണ്ടത് ഒരു നീരുറവയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു നീരുറവ അവിടെ ഉണ്ട്. പക്ഷെ അത് കാണാതെ അവരുടെ കണ്ണുകൾ എഴുതിയിരിക്കുകയായിരുന്നു, അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം അത് തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവളൊരു ഉറവ കാണാനിടയായെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ വ്യക്തമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. വാതിലുകളിന്റെ മുമ്പിൽ അടഞ്ഞു, സകലതും പ്രതികൂലമായി എന്ന് നീ കരുതുമ്പോൾ ഇല്ല, അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി തുറന്ന ചില വാതിലുകളുണ്ട്. ഇന്ന് കണ്ണുകൾ കൊണ്ടത് കാണാൻ കഴിയുന്നില്ലെങ്കിലും, ഇന്ന് നിന്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട അവൻ ചില വാതിലുകളുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ തലമുയർത്തി കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തലമുറയ്ക്ക് വേണ്ടി അവൻ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ചില വാതിലുകൾ, ആമേൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്ന ചില വാതിലുകളുണ്ട്. ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്റെ മേൽ പകർന്ന തലമുറകൾ ദൈവം പകർന്ന വാഗ്ദത്തത്തെ ഇന്ന് പകൽക്കാലം അവിശ്വസിക്കരുത്. വാഗ്ദത്തത്തെ വിശ്വസിക്കണം. വാഗ്ദത്തം ചെയ്യുന്നവൻ വിശ്വസ്തനാണ് എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ
വെളിപ്പെടുവാനിടയായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ വാക്കുകൾക്ക് വിരാമങ്ങളുടെ സമയമായി. വളരെ പെട്ടെന്ന് ഞാൻ അവസാനം നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മിങ്ങനെ വായിക്കുന്നു. നാം ഏത് വഴിയായി പോകണമെന്ന് അവർ ചോദിച്ചതിന് ഏതോ മരുഭൂമി വഴിയായിട്ട് തന്നെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏതോ രാജാവുമായിട്ട് പുറപ്പെട്ടു. 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗവാഹനങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. സ്തോത്രം. വായിച്ചത് ആ വാക്യം മറക്കരുത്. മരുഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളമില്ലാത്ത വരൾച്ചയുള്ള സ്ഥലമാണ് ഏത് മരുഭൂമി. ഇവിടെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏതോ രാജാവും ഒരുമിച്ച് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ സ്തോത്രം അവര് ഏതോ മരുഭൂമിയിൽ കൂടെ അവർ പോകുകയാണ്. സ്തോത്രം. അവിടെ വെള്ളം ഇല്ല. സ്തോത്രം. അവർക്കും അവരുടെ സൈന്യത്തിനും അവരുടെ മൃഗവാഹനങ്ങൾക്കും കുടിപ്പാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ രാജാവ്, പ്രൈസ് ദി ലോർഡ് യഹൂദ രാജാവ്, ഹല്ലേലൂയ, അവൻ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യഹൂദ രാജാവ് സ്തോത്രം ചോദിച്ചു, ഇവിടെ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവന് മനസ്സിലായി ഇവിടെ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവന് ഏലിശ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഏലിശ പ്രവാചകൻ സ്തോത്രം അവരോട് പറഞ്ഞു, സ്തോത്രം, യഹോശാഫാത്തിന്റെ മുഖത്തെ ഞാൻ ആദരിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ നോക്കുകയോ കടാക്ഷിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണക്കാരനെ കൊണ്ടുവരുവാൻ പറഞ്ഞു. വീണക്കാരൻ വന്ന് വീണ വായിക്കുമ്പോൾ സ്തോത്ര പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഈ താഴ്വരയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അനേക കുഴികൾ നിങ്ങൾ കുഴിക്കണം. സ്തോത്രം. ഈ താഴ്വരയിൽ, വെള്ളമില്ലാത്ത ഈ താഴ്വരയിൽ, ഈ മരുഭൂമിയിൽ നിങ്ങൾ അനേക കുഴി കുഴിക്കണം. സ്തോത്രം. നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ മഴ കാണത്തില്ല, പക്ഷെ ഈ താഴ്വരയിൽ തിരിയും വെള്ളം കൊണ്ട് നിറയും. ആമേൻ ഹല്ലേലൂയ. വെള്ളമില്ലാത്ത ഈ താഴ്വര, ആമേൻ, നിങ്ങൾ ദിവസങ്ങളായി ചുറ്റി നടന്ന ഈ താഴ്വര, ആമേൻ, ഇതെന്ത് ചെയ്യാൻ പോകുകയാ? വെള്ളം കൊണ്ട് നിറയാൻ പോകുകയാ. ഇന്ന് പകൽ ദൂത് പറയുകയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതല് പലപ്പോഴും നീ പലതിലും പ്രതീക്ഷ വെച്ച്, ആമേൻ, നീ പല വാതിലുകളും മുട്ടി നോക്കിയിട്ട്, ആമേൻ, ഒരു നന്മ കാണാതെ, ഒരു വഴി തുറക്കാതെ അടയപ്പെട്ട വാതിലുകളുടെ മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ, ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞതുപോലെ, ആമേൻ, വിശ്വാസ കുഴികൾ കുഴിപ്പാൻ, വിശ്വാസ പ്രവർത്തികൾ ചെയ്യുവാൻ ഇന്ന് പകൽ നീ ആരംഭം കുറിച്ചാൽ, ആമേൻ, നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത്, ഹല്ലേലൂയ, ചില അനുഗ്രഹത്തിന്റെ ഉറവുകൾ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിന്റെ ദൈവം തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുകൾ തട്ടി ഹല്ലേലൂയ. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അത് നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ നിങ്ങൾ കാണത്തില്ല, പക്ഷേ ഈ താഴ്വര നീങ്ങുക വെള്ളം കൊണ്ട് നിറയും. വിശ്വാസത്തെ കുഴി കുഴിച്ചു. ആമേൻ. അവർ നോക്കിയപ്പോൾ അടുത്ത പ്രഭാതത്തിൽ ഏതോ ദേശത്ത് നിന്ന് വെള്ളം എതിരുകയാണ്, ഒഴുകി വരികയാണ്. ഇന്ന് പകലിൽ സ്തോത്രം ദൈവത്തിന്റെ പൈതലെ വ്യക്തമായി പറയട്ടെ, ഏതോ ദേശത്ത് നിന്ന് ദൈവം വെള്ളത്തിലെ ഒഴുക്കിനെ പുറപ്പെടുവിച്ചു. ഇന്ന് പകലിൽ ഒരു കൊച്ചു ദൂത് പറയാ. ആമേൻ. വർഷങ്ങൾക്ക് മുൻപ്, ആമേൻ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഏദോമിന്റെ അതിരുകൾക്കകത്തുകൂടെ പോകാൻ, ആമേൻ, ഇസ്രായേൽ ആഗ്രഹിച്ചിട്ട് ഏതോ രാജാവിന്റെ അടുക്കല്, ആമേൻ, ആളുകളെ അണിച്ചിട്ട് പറഞ്ഞു, ആമേൻ, ഞങ്ങൾ നിന്റെ ദേശത്തുകൂടെ പൊക്കോട്ടെ. ഹല്ലേലൂയ. നിന്റെ കിണറ്റിൽ ഞങ്ങൾ കുടിക്കത്തില്ല, നിന്റെ കിണറ്റിൽ ഞങ്ങൾ വെള്ളം കോരത്തില്ല,
നിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങത്തില്ല, രാജവീതിയിലൂടെ ഞങ്ങൾ പോയിക്കൊള്ളാം, ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏതോ രാജാവ് അവൻ ദാസ്യത്തോടുകൂടെ പറഞ്ഞു, അവൻ എന്റെ അതിരിനകത്ത് കയറി പോകരുത്, അവൻ എന്റെ അതിരിനകത്ത് കയറിയാൽ അവൻ ഞാൻ വാളുമായിട്ട് നിന്റെ നേരെ പുറപ്പെട്ടു വരുമെന്ന് ഭീഷണി മുഴക്കി വാഗ്ദത്തം ലഭിച്ചവനെ അതിരിനകത്ത് കയറ്റാതെ അവന് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അവന് വഴി മുടക്കിയെങ്കിൽ, അവന് വെള്ളം മുടക്കിയെങ്കിൽ, അവന്റെ ദേശത്ത് നിന്ന് ഇസ്രായേലിന്റെ പിൻതലമുറയ്ക്ക് ദൈവം വഴി തുറന്നു കൊടുത്തെങ്കിൽ, അവൻ കടലിലൂടെ വെള്ളം ഏതോ ദേശത്ത് ഒഴുകിയെത്തിയെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ പൈതലെ ഏതോ രാജാവ് ദാഷ്ട്യത്തോടുകൂടെ പറഞ്ഞു, അഹങ്കാരത്തോടുകൂടെ പറഞ്ഞു, എന്റെ അതിരിനകത്ത് കയറരുത്. സ്തോത്രം. കയറിപ്പോയാൽ ഞാൻ വാളുമായിട്ട് നിന്റെ നേരെ വരും. സ്തോത്രം. നിന്നെ ഞാൻ നിഗ്രഹിച്ചു കളയുമെന്ന് പറഞ്ഞ് വഴി അടച്ചവന്റെ ദേശത്ത് നിന്ന്, വെള്ളം വിലക്കിയവന്റെ ദേശത്ത് നിന്ന്, സ്തോത്രം, തലമുറയ്ക്ക് വേണ്ടി ദൈവം ഉറവയം തുറന്നു എങ്കിൽ ഇന്ന് പകൽ സ്തോത്രം വിശ്വസിക്കുക ദൈവമേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ മുമ്പിൽ വാതിൽ അടച്ച ഇടത്തു നിന്ന്, വഴികൾ ചവിട്ടി അടച്ച ഇടത്തു നിന്ന് നിനക്ക് വേണ്ടി വഴി ദൈവം തുറക്കുന്നവല്ല. ഹല്ലേലൂയ. അതിനാ ദൈവം നമ്മളെ മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. ഇന്ന് പകലിൽ ഞാൻ എന്റെ ചിന്തകൾക്ക് ഇവിടെ വിരാമമിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഞാൻ അവിടെ വെച്ച് കൃത്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അവളോട് അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്, കൃത്യമായി ഹൃദയം തുറന്ന് കൃത്യമായിട്ട് ഞാൻ അവളോട് അവിടെ വെച്ച് സംസാരിക്കും. ദൈവത്തിന്റെ പൈതലെ, ചിലപ്പോൾ നമ്മുടെ മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത് ജീവിതത്തിന്റെ ബന്ധപ്പാടിൽ തിരക്കിന്റെ അനുഭവങ്ങളിലൊക്കെ ദൈവം നമ്മളെ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക്, ഈ ഏകാന്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളോട് കൃത്യമായിട്ട് സംസാരിക്കാനുണ്ട്. എത്ര പേര് ഇന്ന് പകൽ ഇത് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മുൻപിൽ നിലവിളിച്ച് അയ്യം വിളിച്ച് പിറുപിറുത്തുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോവുകയല്ല. ഇത് ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ള വഴിയാണ്. ദൈവത്തിൽ എന്നോട് സംസാരിക്കാനായിട്ട് എന്നെ അവന്റെ അടുക്കലേക്ക് ദൈവം വിളിക്കുന്ന അനുഭവമാണ് എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് കൃത്യമായിട്ട് ഞാൻ സംസാരിക്കും. അടുത്ത ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, അവിടെ നിന്ന് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി താഴ്വരയെയും ഞാൻ കൊടുക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെ പ്രത്യാശയുടെ വാതിലായി താഴ്വരയെ ഞാൻ കൊടുക്കും. താഴ്വരയെന്ന് കേൾക്കുമ്പോൾ ഇസ്രായേലിയർ നടുക്കത്തോടുകൂടെ കേൾക്കുന്ന ഒരു പേരാ ആകാരം കല്ലെറിഞ്ഞ അവനവൻ കൽക്കൊന്നു കൂട്ടിയ താഴ്വരയാണ് താഴ്വര, ശാപത്തിന്റെ താഴ്വര, ശാപത്തിന്റെ ഇടം. അവിടെ ഇവിടെ പറയുകയാണ്, ഞാൻ അതിനെ പ്രത്യാശയുടെ വാതിലാക്കും. പ്രത്യാശയുടെ വാതിലായിട്ട് ഞാൻ താഴ്വരയെ കൊടുക്കുമെന്ന് വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ ശാപം എന്ന് പറഞ്ഞ്, ശാപഗ്രസ്തം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ സ്ഥാനത്ത് പ്രത്യാശയുടെ വാതിൽ തുറക്കുവാൻ, പ്രത്യാശയുടെ കിരണങ്ങൾ ഉറവിടം തുറക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഞാൻ പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കും. എവിടെ പോകും?
ഞാൻ മരുഭൂമിയിലേക്ക് ഞാൻ പോകും. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് നാം അനുഭവിക്കുന്ന, ഇന്ന് കടന്നു പോകുന്ന സ്തോത്രം സകല മരുഭൂമികൾക്കും ഒരപ്പുറം ഒരു വിടുതലുണ്ട്. മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അവൻ സ്തോത്രം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചിട്ട് അവസാനം മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ അവനെത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ കാണുന്ന നീണ്ടു നിവർന്നതിന്റെ മുൻപിൽ കിടക്കുന്ന ഈ മരുഭൂമിക്കപ്പുറം ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരിടമുണ്ട്. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ആമേൻ ഒരിടമുണ്ട്. മോശ 40 വർഷങ്ങൾ മരുഭൂമിയിൽ ആമേൻ അമ്മാവിയെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നെങ്കിൽ, ഹല്ലേലൂയ, അവൻ ദീർഘവർഷങ്ങൾ നടന്നെങ്കിൽ അവസാനം മരുഭൂമിക്ക് അപ്പുറത്തെത്തി. മരുഭൂമിയുടെ അറ്റത്ത് ദൈവം ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പർവ്വതമുള്ള ആമേൻ ഹോരേബിൽ ആമേൻ ദൈവനെ എത്തിക്കുവാനിടയായി. ആമേൻ ദൈവ സാന്നിധ്യമുള്ള ഇടത്തേക്ക് നിന്നെ എത്തിക്കുവാൻ ആമേൻ കഴിഞ്ഞ 40 വർഷം മോശയെ നിന്റെ ദൈവം മരുഭൂമിയിൽ നടത്തിയെങ്കിൽ ഈ മരുഭൂമി കെട്ടടങ്ങുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ഇതിനപ്പുറത്ത് ആമേൻ 40 വർഷം എന്റെ നേരത്തെ നടത്തുവാനുള്ള പകരുവാൻ ആമേൻ എനിക്ക് നിന്നെ എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ പദ്ധതിയുള്ളതുകൊണ്ട് നിന്നെ ഞാനിന്ന് ഈ മരുഭൂമി നടത്തുന്നത്. ഇന്ന് പകൽ മരുഭൂമിയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതല് ഈ സകല മരുഭൂമിക്കും അപ്പുറം ദൈവത്തിന് പർവ്വതമുണ്ട്. ദൈവം ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുള്ള ഇടം നിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ഇന്ന് പകലിൽ നാം വിശ്വസിക്കുവാനിടയാകണം. അവിടെ വെച്ചാൽ മോശയോട് ദൈവം സംസാരിച്ചത്. അവിടെയാണ് ദൈവം മോശയ്ക്ക് നിയോഗം നൽകുവാനിടയായതെങ്കിൽ ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടയട്ടെ. സ്തോത്രം. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി. അവിടെ വരെ ഞാൻ അവളോട് കൃത്യമായിട്ട് സംസാരിച്ചു. ഞാൻ അവിടെ വെച്ചവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ഞാൻ ആഹ്വാനം താഴ്വരയും കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രത്തിലെ അനുഭവങ്ങളിൽ, മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില ഉറവകൾ നമുക്ക് ഇവിടെ തുറക്കുവാൻ, കൃത്യമായി ദൈവം നമ്മളോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ അത്ഭുതം നമ്മളെ കാണിക്കുവാൻ, നമുക്കിവിടെ പ്രവർത്തിക്കുന്ന കരുത്തിന്റെ വല്ലഭത്വം നമ്മൾ വെളിപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ്. അതുകൊണ്ടാണ് ദാവീദ് ഭയപ്പെടാതെ പറഞ്ഞത്, ഞാൻ മരുഭൂമിയിലേക്ക് ഞാൻ പോകും. ഹല്ലേലൂയ. ഞാൻ മരുഭൂമിയിൽ പോയി പാർക്കും. അവിടെയാണ് എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ന് പകലിൽ അനുഭവിക്കുന്ന മരുഭൂമിയിൽ, കടന്നു പോകുന്ന മരുഭൂമിയിൽ, ശോധന നടുവിൽ ഇന്ന് പകൽ ഓർക്കണം, നിങ്ങളുടെ നീ ഒറ്റയ്ക്ക് വിടുകയില്ല. അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് നിനക്ക് ഇവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ മൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന് മുന്നിൽ വളരെ ശാന്തമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അൻപുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, അവിടുത്തെ പാദപീഠത്തിരുന്ന് പകൽ ഞങ്ങൾ കടന്നു വരാൻ ദൈവം നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, പാടുവാനും പ്രാർത്ഥിക്കാനും ദൈവാത്മാവ് ഞങ്ങളെ സഹായിച്ചു. അനുഗ്രഹീതമായ സങ്കീർത്തനം ദൈവം തന്നു. നല്ല ആത്മീയ ചിന്തകൾ ദൈവം ഞങ്ങൾക്ക് നൽകി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാചനത്തെ ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. തൃക്കരകളിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പേരുപേരായി ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിരിക്കുന്നവർ, കർത്താവെ, അവരെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അവരെ ഓർക്കണമേ. ദൈവവനവൻ ബലം പകരണമേ. ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഹോസ്പിറ്റലിലേക്കായിരിക്കുന്ന നേരിക്കുട്ടി ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഇതിന്റെ വചനം അയച്ച് കർത്താവ് വിടുതൽ കൊടുക്കണമേ. സൗഖ്യം ദൈവം പ്രദാനം ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ കരം ഇന്നും കുറവായി പോയിട്ടില്ല. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം വിടുവിക്കുന്നതിനായി സ്തോത്രം.
ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാക്കൾക്കായി സ്തോത്രം, ഞങ്ങളുടെ പിതാക്കന്മാർക്കായി സ്തോത്രം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം, ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.